കേരളത്തിൽ സ്റ്റാർട്ടപ്പ് മേഖലയിൽ വളരെ ആവേശകരമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഏകദേശം എല്ലാ സ്ഥാപനങ്ങളിലും, അത് എഞ്ചിനീയറിംഗ് കോളേജുകളാകട്ടെ, മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനങ്ങളാകട്ടെ, അവിടെയൊക്കെ ഇന്നൊവേഷൻ ആൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ടാവുകയും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആശയം മുന്നോട്ട് കൊണ്ടുപോയി ഒരു സ്റ്റാർട്ടപ്പ് ലെവലിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫസ്റ്റ് ടച്ച് പോയിൻ്റായിട്ട് അത് വർക്ക് ചെയ്യുകയും അവിടെ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു ആക്സലറേഷൻ അല്ലെങ്കിൽ ഒരു ഇൻക്യുബേഷൻ, അവരെ ഒന്ന് ഇൻക്യുബേറ്റ് ചെയ്ത് പാകപ്പെടുത്തി ഒരു സംരംഭം ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ നേതൃത്വത്തിലും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നേതൃത്വത്തിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രായോഗികമായിട്ട് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഉയർന്നു വരുന്ന സംരംഭങ്ങൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ പൂർണ്ണമായ ഒരു വളർച്ച പ്രാപിക്കുന്നതിന് ഇത് ശരിക്കൊരു പൂമ്പാറ്റ ഒരു പ്യൂപ്പയിൽ നിന്ന് അത് പതുക്കെ പുറത്ത് വരുന്നത് പോലത്തെ ഒരു സ്റ്റേജാണ്. ഒരു ഘട്ടം കഴിയുമ്പോഴേ ഇവർക്ക് ഉയർന്ന് പറക്കുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് ധാരാളം സാങ്കേതിക സഹായവും സാമ്പത്തികമായ സഹായവും, ഒരു കമ്പനി സ്ട്രക്ചർ ചെയ്യുന്നതിനുള്ള സഹായവും വേണ്ടതുണ്ട്. ഈ സാമ്പത്തിക സഹായം നൽകുന്നത് കൺവെൻഷനലായിട്ട് ബാങ്കുകൾ വ്യവസായങ്ങൾ നൽകുന്നത് പോലെ ഇത്തരത്തിലുള്ള പുതിയ ഐഡിയകൾക്ക്, പുതിയ സംരംഭങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫണ്ടിങ് പൊതുവിൽ നടന്നു വരുന്നത് സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് നടത്തുന്ന ഏഞ്ചൽ ഫണ്ടിങ് ഗ്രൂപ്പ്സ്, വെഞ്ചർ ക്യാപിറ്റൽ ഗ്രൂപ്പ്സ്, ഇങ്ങനെയുള്ള മേഖലയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഫണ്ടിങ്ങിനുള്ള മെക്കാനിസംസ് പരിമിതമാണ്. കേരളത്തിൽ പുറത്തുള്ള ഫണ്ടുകളാണ് പ്രധാനമായിട്ടും ഇപ്പോഴും ഈ മേഖലയിൽ നമ്മുടെ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കേണ്ടത്. ഇന്നത്തെ ഈ 2 ദിവസത്തെ യോഗത്തിൻ്റെ പ്രധാന ഉദ്ദേശം സീഡിങ് കേരള എന്ന അർത്ഥത്തിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ അടുത്ത തലത്തിലേക്ക് പോകാനുള്ള ഫണ്ടിങ്ങിനായാലും ലീഗൽ ഇഷ്യൂസ് ആയാലും കമ്പനി സെറ്റപ്പ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള മാനേജറിയൽ ഇഷ്യൂസിലായാലും അവർക്ക് ഇൻപുട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു വർക്ക്ഷോപ്പ് മോഡലിലാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. ഇന്ന് ഇതിനു വേണ്ടി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ ഏഞ്ചൽ ഫണ്ട്, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഈ പറയുന്ന കമ്പനികളുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തുകയുണ്ടായി. അതിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തിയിട്ടുള്ള നടപടികൾ, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കേരളത്തിൽ പൊതുവിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. കേരളത്തിൽ പൊതുവിൽ വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് സിസ്റ്റം ഉണ്ട് എന്നാണ് അവരുടെയും വിലയിരുത്തൽ. ഇവിടെ അവരുടെ പ്രസൻസ് കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും അടുത്ത ലെവലിലേക്കുള്ള ഫണ്ടിങ്ങിന് ഒരു തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ സംവിധാനം ഉണ്ടാക്കാമെന്നാണ് പൊതുവിൽ നമ്മൾ എത്തിച്ചേർന്ന ഒരു ധാരണ. അതോടൊപ്പം ഈ ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഫണ്ടുകൾക്ക് കേരളത്തിൽ ഉള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു സഹായം, ഇത്തരത്തിലുള്ള ഒരു ഇവാലുവേഷനുള്ള ഫ്രെയിംവർക്ക് അവർ ഉണ്ടാക്കുന്ന മുറയ്ക്ക് അവർക്ക് ഒരു പാർട്ടിസിപ്പേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരം ഫണ്ടുകളിൽ ഒരു പാർട്ടിസിപ്പേഷനുള്ള ഒരു സാധ്യതയും നമ്മുടെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ആ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിലും അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ ഏതെങ്കിലും ഒരു ഫണ്ടിങ് ഓർഗനൈസേഷന് കേരളത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഉള്ള ഓഫീസ് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാമെന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് അടുത്ത തലത്തിൽ സ്റ്റാർട്ടപ്പുകൾ വേണ്ട ഒരു ഇൻപുട്ട്, ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻപുട്ട് ലഭ്യമാകുന്നതിനുള്ള കൃത്യമായ ഒരു ഫ്രെയിംവർക്ക് അടുത്ത 3-4 മാസത്തിനകം ഇവോൾവ് ചെയ്ത് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പുതിയ IT പോളിസി, സ്റ്റാർട്ടപ്പ് പോളിസിയുടെ വരുമ്പോൾ അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ പ്രവർത്തനം അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ, അത് ഇപ്പോഴത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു അളവ് ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഒരു 6 മാസം മുതൽ 1 വർഷം കൊണ്ട് ധാരാളം സ്റ്റാർട്ടപ്പുകൾ ഈ ഘട്ടത്തിലേക്ക് എത്തും. ആ ഘട്ടത്തിലേക്ക് എത്തുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ആ സമയത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള പിന്തുണാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നടത്തിയത്. അതിൽ വളരെ ആവേശകരമായ, വളരെ വളരെ അർത്ഥവത്തായ ഒരു പങ്കാളിത്തത്തിനുള്ള സാധ്യതകൾ ഇതിനകത്ത് തുറന്നു കിട്ടിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ.
വന്നിരിക്കുന്ന ഒരു പ്രധാന കാര്യം പല ഈ ഏഞ്ചൽ ഫണ്ട്സും ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും പലരും കേരളത്തിൽ നിന്ന് ഉള്ള ആൾക്കാർ തന്നെയാണ്. അവർ ഫണ്ട് മാനേജേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർ, ഇവാലുവേറ്റ് ചെയ്യുന്നവർ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഒത്തിരി പേരുണ്ട്. കമ്പനികൾ കേരളത്തിൽ തന്നെ സ്ഥാപിച്ച കമ്പനികൾ കുറവാണ്. പക്ഷെ എന്നാലും പല പ്രധാനപ്പെട്ട കമ്പനികളുടെയും ഫണ്ട് ഇവാലുവേഷൻ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് മലയാളികൾ തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരും മലയാളികളല്ലാത്ത ആൾക്കാരും ഇതിനകത്തുണ്ടായിരുന്നു. പൊതുവിൽ കേരളത്തിനകത്തുള്ള പ്രവർത്തനങ്ങളിൽ വളരെ തൃപ്തി പ്രകടിപ്പിക്കുകയും കേരളത്തുമായിട്ടുള്ള ഈ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു സഹായം കൊടുക്കാനുള്ള സ്റ്റേജ് ആയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. കുറച്ചുകൂടെ കഴിയുമെന്നുള്ള അവരുടെ വിലയിരുത്തൽ. കുറച്ചുകൂടെ കഴിയുമ്പോഴേ ഒരു ക്രിട്ടിക്കൽ മാസ് വരും. ആ ക്രിട്ടിക്കൽ മാസിനെ അഡ്രസ്സ് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു ഇടപെടൽ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് അവരുടെ വിലയിരുത്തൽ. മാർക്കറ്റ് ഡ്രിവൺ പ്രോസസ്സാണ്. ആ മാർക്കറ്റ് ഡ്രിവൺ പ്രോസസ്സിനെ കുറച്ചുകൂടി ചലനാത്മകമാക്കി, കുറച്ചുകൂടി എപ്പോഴാണ് ഇവർക്ക് ആവശ്യം ആ സമയത്ത് ഇവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അത് പൂർണ്ണമായും സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ്.